രാജു, വി എസിനെ സംബന്ധിച്ച് വി എസ് ഭരിക്കുമ്പോഴും ഒരു പോരാളിയായിരുന്നു. നമുക്കറിയാം വി എസിന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ വി എസിന്റെ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ അനന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പക്ഷേ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വി എസിനെ കുറിച്ച് പല എതിരഭിപ്രായമുള്ള ആളുകൾക്ക് പോലും വി എസ് മുന്നോട്ട് വെക്കുന്ന കാര്യത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? എന്ത് തോന്നുന്നു അക്കാര്യത്തിൽ? വി എസ് എപ്പോഴും ഈ സമരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ വി എസ് പലപ്പോഴും വരുംവരായികളൊക്കെ അതൊന്നും നോക്കാതെ സമരത്തിന്, പ്രതിഷേധത്തിന് അല്ലെങ്കിൽ അനീതി ചോദ്യം ചെയ്യാൻ, കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു നേതാവായിരുന്നു. ആ ഒരു കാര്യത്തിൽ വി എസ് ശരിക്കും പറഞ്ഞാൽ ഒരു അതിസാഹസികനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയിൽ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാനാണെങ്കിലും അത് ഒരുപക്ഷെ സർക്കാരിൽ തന്നെ ചിലപ്പോൾ വി എസ് ചില കാര്യങ്ങൾ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെയും അതല്ലാതെ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെയും അത്തരത്തിൽ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അവിടെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള വിവേചനം ഉണ്ടായിരുന്നു. വി എസിനെ കുട്ടികൾ അല്ലെങ്കിൽ മേൽജാതി വിഭാഗത്തിലുള്ള കുട്ടികൾ ശല്യം ചെയ്യുന്ന അന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തത് നിന്റെ അരയിൽ ഒരു അരഞ്ഞാണമില്ലേ അതെടുത്ത് പ്രയോഗിക്കാൻ പറഞ്ഞ് അത് തൊട്ടടുത്ത ദിവസം വി എസ് അച്യുതാനന്ദൻ പോയി ഇത് തന്നെ ചെയ്യുകയും അത്തരത്തിൽ ഒന്നിനും കൂസാത്ത അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ എതിരിടണം എന്ന ഉള്ളിൽ എപ്പോഴും അത് രക്തത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ അഭിലാഷ് നേരത്തെ ചോദിച്ചതുപോലെ എന്താണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വരുംവരായികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ എല്ലാത്തിനും മുന്നേ നിന്ന് ചോദ്യം ചെയ്യുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ശ്രീ എ കെ ബാലൻ കൂടി